Good morning. Today I am taking half day leave. രണ്ട് ബർത്ത്ഡേയും പിന്നെ ഒരു ബേബി ഷവർ. അടിപൊളിയായിരുന്നു കേക്ക്. പാകിസ്ഥാനി ടൈപ്പ് ഫുഡാണ്. പിങ്കും ബ്ലൂവും തീം വേണം. എല്ലാം കഴിഞ്ഞ് പെർഫെക്റ്റ് ആയി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് രാവിലെ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഓഫീസിലോട്ടല്ല ഇന്ന് ഞങ്ങൾ മെയിൻലി പോകുന്നത്. ഇന്ന് ഈവനിങ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പുറത്തോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീക്കാൻ തന്നെ ഒരു മൂഡായിരുന്നു. ഡെയിലി കോഫി കുടിക്കുന്ന ശീലമൊന്നും ഇല്ലെങ്കിലും ഇന്ന് ഞാൻ ബട്ടർ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പെട്ടെന്ന് തന്നെ റെഡിയായി ഇവാനുവിനെയും ബേബി സിറ്റിങ്ങിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഓഫീസിലോട്ട് പോകുന്നതായിരുന്നു പ്ലാൻ ചെയ്തത്. ഇന്ന് ക്ലൈമറ്റ് കുറച്ച് പാടായിരുന്നു. കാരണം ഭയങ്കര ഡസ്റ്റി ആയിട്ട് ഫുള്ളും പൊടിക്കാറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. പെട്ടെന്ന് തന്നെ ഞാൻ ഓഫീസിലോട്ട് എത്തി. അവിടെ കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു, അതെല്ലാം ഫിനിഷ് ചെയ്തു. ഇന്നലെ തന്നെ ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടുഡേ ഐ എം ടേക്കിംഗ് ഹാഫ് ഡേ ലീവ്. സോ 4 o'clock ആകുമ്പോൾ അശ്വിൻ വരാം, പിക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഓഫീസിലെ വർക്കെല്ലാം വേഗം തീർത്തിട്ട് അശ്വിനെ വെയിറ്റ് ചെയ്തു. കേക്ക് ഷോപ്പിൽ വെയിറ്റ് ചെയ്തു. അവിടെ ആസിം ഇവാനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അവിടെ കേക്ക് ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് കേക്ക്സ് ഒക്കെ ട്രൈ ചെയ്തു. ഓൾറെഡി ഞാൻ അവിടെ 3 days മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് എന്ത് കേക്ക് വേണം എന്നുള്ളത്. 2 ബർത്ത്ഡേയും പിന്നെ ഒരു ബേബി ഷവറിനുള്ള കേക്കുമായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ചേച്ചിയുടെയും ആതിരയുടെയും ബർത്ത്ഡേ. ചേച്ചിയുടെ ബർത്ത്ഡേ ഇന്നാണ്, ആതിരയുടെ ബർത്ത്ഡേ 1 week കൂടെ കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മൾ അങ്ങനെ റെഗുലർലി മീറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇന്ന് തന്നെ അതെല്ലാം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. ഇനി എന്നാ നെക്സ്റ്റ് മീറ്റപ്പ് എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഇന്ന് തന്നെ നടത്താമെന്ന് വിചാരിച്ചു. എല്ലാ കേക്കിൻ്റെ തീമും ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 3 days മുന്നേ ഇവിടെ വന്ന് ഓർഡർ കൊടുത്തു. ഞാൻ എന്ത് പറഞ്ഞു അതിനേക്കാളും അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ ഹാപ്പി. നല്ല രസമുണ്ടായിരുന്നു ആ കേക്ക് കാണാൻ. പിന്നെ അവിടെ കുറച്ച് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്, പുതിയ ലഡു അതെല്ലാം ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. അശ്വിൻ വരാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അതൊക്കെ ട്രൈ ചെയ്തു. കേക്ക് അവർ പാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഓക്കെ വെയിറ്റ് ചെയ്തു, അവിടെ നിന്നു. അടിപൊളിയായിരുന്നു കേക്ക് കാണാനാണെങ്കിലും. ഞാൻ പറഞ്ഞതിനേക്കാളും നല്ല ഭംഗിയായിട്ട് രസമായിട്ട് ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കര ഹാപ്പിയായി. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനും അതെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, സെലിബ്രേഷൻസിൽ പൊതുവേ ഞങ്ങൾ ബർത്ത്ഡേസിന് അവിടെ നിന്നാണ് കേക്ക് എടുക്കുന്നത്. ഷാർജയിൽ അബുഷാകാരിലുള്ള സെലിബ്രേഷൻസ് എന്നാണ്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇപ്പോഴും അവിടെ നിന്ന് തന്നെ എടുത്തു. ഒക്കേഷൻസും സെലിബ്രേഷൻസും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഈസിയാണ് ഇവിടെ വേണം എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട് ഈസിയാണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അവിടുത്തെ കേക്ക്സ് എല്ലാം. 5 o'clock പോയപ്പം അശ്വിൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി അൽവാദിയിലോട്ട് പോയി. ഒരു ബാഗ് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു കോഫിയും കൂടെ കുടിക്കാമെന്ന് അശ്വിൻ്റെ ഉമ്മ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു കോഫിയും കൂടെ വെജ് മിൽ കയറിയിട്ട് കോഫി ട്രൈ ചെയ്തു. അപ്പോൾ അവിടെ പുതുതായിട്ട് ഓണിയൻ പക്കോട എന്തോ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾക്ക് തന്നായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങളുടെ മെയിൻ സ്ഥലമായ ലാൽ കില ജുമേറിലോട്ട് പോയി. ട്രാഫിക് കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് സ്മൂത്ത് ആയിരുന്നു. കാരണം ഈവനിങ് ഫ്രൈഡേ ആയതുകൊണ്ട് ട്രാഫിക് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഞങ്ങളുടെ ടൈം 7 o'clock ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടായിരുന്നു. കാരണം അവിടെ പെട്ടെന്ന് അങ്ങനെ 7 o'clock ആരും ഡിന്നർ അങ്ങനെ ചൂസ് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തു. ഒരു 6:30 ഒക്കെ ആയപ്പോൾ നമ്മളവിടെ റീച്ചായി. നല്ല ഒരു അടിപൊളി സ്ഥലമായിരുന്നു ലാൽ കില. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അശ്വിൻ അതിന് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ അശ്വിൻ പറഞ്ഞു അവിടെ അടിപൊളിയാണ് ഫുഡ് എന്ന് പറഞ്ഞു. ഒരു പാകിസ്ഥാനി ടൈപ്പ് ഫുഡാണ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ ഓൾറെഡി ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. എനിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തീമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ വലിയ ക്രൗഡഡ് അല്ല, പാർക്കിംഗ് നല്ല രീതിയിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു. എല്ലാവരും വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അവിടെ ഓൾറെഡി ഉള്ള ഒരു ഇൻഡിപെൻഡൻസ് ഡേ ബലൂൺ തീമായിരുന്നു. പക്ഷേ എനിക്കതൊരു പിങ്കും ബ്ലൂവും തീം വേണം എന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി കൊണ്ടുവന്ന ബലൂൺസിന് വെച്ചിട്ട് കുറച്ചൊരു ടേബിളിൽ ഒരു സ്റ്റാൻഡ് പോലെ ക്രിയേറ്റ് ചെയ്തായിരുന്നു ആ ഗ്യാപ്പിൽ. ഓണറിലായിരുന്നു ഞങ്ങൾക്ക് സീറ്റ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് വരെ നടന്ന് എല്ലാം കാണാൻ പറ്റി ആ ഒരു ഗ്യാപ്പിൽ. അവിടെ ബർത്ത്ഡേസ് ആകുമ്പോഴത്തേക്കും അവർ തന്നെ അറേഞ്ച് ചെയ്യുന്ന ഒരു ടീം വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു സൗണ്ടിൽ അവരുടെ ലാംഗ്വേജിൽ ഒരു പാട്ടൊക്കെ പാടാറുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ബർത്ത്ഡേ ലേഡീസിനും അത് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞു. അവരുടെ ഒരു ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ അവർ നമുക്ക് തന്നിട്ട് ഒരു വാള് പോലത്തെ സാധനങ്ങളുണ്ട്. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ട്. ഇനി എവിടെയെങ്കിലും അത് കാണുവാണെങ്കിൽ ഞാനത് എൻ്റെ റീൽസിലോ എന്തെങ്കിലും ഷെയർ ചെയ്തേക്കും. അതിനൊക്കെ വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ എല്ലാവരും ഒന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ റെഡിയായി. ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നുമില്ല. അപ്പോഴേക്കും അനക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു അവിടെ. അപ്പോൾ നമ്മൾ വേഗം തന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ബർത്ത്ഡേ കേക്കും എല്ലാ കേക്കും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡിലോട്ട് പോയായിരുന്നു.
ഫുഡ് വാസ് അമേസിങ്. ബട്ടർ ചിക്കൻ ആൻഡ് ചീസ് നാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. പാസ്ത എടുത്ത് പറയേണ്ടതായിരുന്നു. പാകിസ്ഥാനി സ്റ്റൈൽ ഫുഡ് കുറേ ഉണ്ടായിരുന്നു. കബാബ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടിൽ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. 7 to 9 o'clock ആയിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ടൈം. സോ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അവിടെ ഇറങ്ങി ഒരു റീൽസ് ഒക്കെ എടുത്തു. സോ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും അങ്ങനെ എല്ലാം കഴിഞ്ഞ് പെർഫെക്റ്റായി. ഫൈനലി ആ റീലും കിട്ടി. അങ്ങനെ സന്തോഷത്തോടെ നമ്മൾ ഓക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡേ. ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.